ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ഹദീസ് ആണ് നമ്മൾ ഉദ്ധരിച്ച ഹദീസ് കിതാബിൽ നിന്നുള്ള ഹദീസ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിയ്യത്ത് എന്ന അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തു. 7ാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി ഈ ഉദ്ധരിക്കുന്ന ഹദീസ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തൊട്ടാണ്. നമ്മൾ കേട്ട സഹാബിയാണ് സഅദ് ബിൻ അബീ വഖാസ്. അവർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? ആർക്കും പറയാൻ കഴിയുമോ? സഅദ് ബിൻ അബീ വഖാസ് എന്നതിൻ്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് ഉറപ്പ് പറഞ്ഞ 10 പ്രഗത്ഭരായ സഹാബികളിൽപ്പെട്ടയാളാണ് ആര്? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സാധാരണ എന്താ ചെയ്യുന്നത്? സാധാരണ നമ്മൾ അറബികളുടെ പ്രയോഗം കാണാം. സഹാബികളൊക്കെ ഫിദാക്ക ഉമ്മി വഅബീന്ന് റസൂലാണ് പറയുക. അറബികളുടെ ശൈലിയാണ്. എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും നിങ്ങൾക്ക് ബലിയാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഉമ്മയും വാപ്പയും അപ്പോൾ പൂർണ്ണമായൊരു സമർപ്പണം, എൻ്റെ എല്ലാം നിങ്ങളാണെന്ന് പറയുന്ന ഒരു പ്രയോഗത്തിന് പകരം അറബികളുടെ പ്രയോഗമാണ് ഫിദാക്ക ഉമ്മി വഅബീ എന്നൊക്കെ പറഞ്ഞിട്ട് കവിതകളിലും പ്രയോഗത്തിലൊക്കെ കാണാം. സഹാബികൾ കുറേ ആൾക്കാർ റസൂൽ അങ്ങനെ പറയലുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ഒരു സഹാബിയോട് പറഞ്ഞത് ഏക സഹാബിയോട് റസൂൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിദാക്ക ഉമ്മി യാ അബി യാ സഅദ് എന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട്? സഅദ് ബിൻ അബീ വഖാസ്. നമ്മൾ സാധാരണ റസൂലുള്ളാഹിനെ അങ്ങോട്ട് പറയുന്ന എല്ലാ സമർപ്പണവും റസൂലുള്ളാഹിക്ക് കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അങ്ങോട്ട് പറഞ്ഞ സഹാബിയാണ് ആര്? സഅദ് റളിയല്ലാഹു അൻഹു. അത് ഉഹദിലായിരുന്നു. ഉഹദിൽ നബി തങ്ങളെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർ നല്ല അമ്പ് ചെയ്യുന്ന ആളായിരുന്നു. ചെറുപ്പത്തിലെ സഅദ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ബഹുദൈവ ആരാധനകളുടെ പ്രവർത്തനത്തോട് ഒരു മാനസികമായ വിയോജിപ്പുള്ള ആളായിരുന്നു. അപ്പം ചെറുപ്പത്തിലെ എന്ത് ചെയ്യും? ഈ അമ്പുണ്ടാക്കുക, വില്ലുണ്ടാക്കുക, പരിചയം ഉണ്ടാക്കുക, പടയങ്കി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവരുടെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്തതിന് വിശേഷം. 17ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ നബി തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ മുന്നിൽ പറഞ്ഞു. ഉഹദിൽ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ട് നബി തങ്ങൾ അമ്പെടുത്ത് കൊടുത്തിട്ട് സഅദ് നീ എറി എന്ന് റസൂൽ എന്ത് ചെയ്തു? കൈ കൊടുത്തിട്ട് സഅദ് റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹുവിനാണ് അമ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ആ സമയത്ത് റസൂൽ പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് കണ്ടപ്പോൾ നബി തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണപ്പോൾ റസൂൽ പറഞ്ഞു ഫിദാക്ക ഉമ്മി യാ അബി യാ സഅദ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അനിയുണ്ട്, ഒരു ഉമൈർ റളിയല്ലാഹു അൻഹു. അതിനേക്കാൾ ചെറിയ പ്രായമാണ്. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുക്കാൻ പ്രായം കുറഞ്ഞ ആളുകൾക്കൊന്നും സമ്മതം കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉമൈർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിൻ്റെ കൂടെ യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി അനുമതി ചോദിച്ചു വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? ഉമൈർ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തില്ല. അതിൽ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പക്ഷേ കരച്ചിലിൻ്റെ പാവം തോന്നിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? യുദ്ധത്തിന് സമ്മതം കൊടുത്തു. ഇതെന്തിനാണ് ഈ കരയുന്നത്? ട്രിപ്പ് ഉണ്ടാകാനാണോ? അല്ലല്ലോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി. സഅദ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വളരെ പ്രസക്തമായ ഒരു ആയത്തിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ മാതാവിന് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ സഅദ് റളിയല്ലാഹുവിന് ഇസ്ലാം സ്വീകരിച്ചത് തീരെ ഉൾക്കൊള്ളുമായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ മുമ്പേ ഇസ്ലാമിനോട് ഇങ്ങനത്തെ ആശയത്തോട് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അപ്പം നബിതങ്ങൾ ഈ പരിശുദ്ധ ദീനുമായി വന്നപ്പോൾ വളരെ പെട്ടെന്ന് അതിലേക്ക് പ്രവേശിക്കാൻ കാരണക്കാരനായി. അതായത്
സൈദുള്ളാഹിനും റസൂലുള്ളാഹിൻ്റെ അള്ളാഹുത്തല ഓരോരുത്തർക്ക് ആണോ ഓരോ അന്നെ ബഹുദൈവാരാധനയോട് വിയോജിപ്പ് തോന്നിയപ്പോൾ അള്ളാഹുത്തല ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കണതാണ്. കാരണം എന്താണെന്നറിയോ, ഒരു ദിവസം രാത്രി നബിതങ്ങൾ നുബുവത്തിൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് ഒരു ദിവസം രാത്രി സൈദുള്ളാഹിന് സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുന്ന വെച്ചാൽ ഫുള്ള് ഇരുട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇങ്ങനെ മുന്നിൽ ഒരു വെളിച്ചം ഇങ്ങനെ ഉള്ള ഭാഗത്തേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചന്ദ്രൻ്റെ നല്ല തിളങ്ങുന്ന പൂർണ്ണ ചന്ദ്രൻ്റെ ഒരു വെളിച്ചമുണ്ട്. അപ്പോൾ ആ വെളിച്ചത്തുള്ള ഭാഗത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു. അപ്പം ചില വിശ്വാസികളല്ലാത്ത ആളുകളും കണ്ടാൽ ചിലപ്പോൾ എന്തോ സ്വപ്നമൊക്കെ എന്തോ ശരിയാവും. സ്വപ്നത്തിലങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ടാവാം. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ 2-3 ആളുകളുണ്ട്. ഒന്ന് സിദ്ദീഖുള്ളാഹു, 2 അലിയുള്ളാഹു, 3 സയ്യിദുള്ളാഹു തോന്നുന്നു. അങ്ങനെ 3 ആളുകൾ മുന്നിൽ ഇങ്ങനെ പോകുന്നത് കണ്ടു. അങ്ങനെയാണ് കണ്ടത്. പ്രകാശത്തിലേക്ക് എത്തി. പിന്നീടാണ് നേരെ വെളുത്തപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കണം, നേരെ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് പോവുകയും അറിയുകയും ഇസ്ലാം മനസ്സിലാക്കുകയും താല്പര്യപ്പെടുകയും അങ്ങനെ നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ ആരുണ്ട്? സിദ്ദീഖുള്ളാഹു, അലിയുള്ളാഹു, മറ്റൊരു സഹാബി കൊണ്ട് പേര് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഇസ്ലാമിൽ 3-ാമത്തെ ആളാണ് ഞാനെന്നും 4-ാമത്തെ ആളെന്നും അഭിപ്രായം പറയുന്നത്. ഏതായാലും 4-ൽ അപ്പുറത്തൊരു സ്ഥാനമല്ല. 4-ാമത്തെ ആളായിട്ട് ഇസ്ലാമിലേക്ക് വന്നയാളാണ് ആര്? സൈദുള്ളാഹ്. അന്ന് ചെറിയ കുട്ടിയാണ്, 17-18 വയസ്സായിട്ടുള്ളൂ. ആ സമയത്താണ് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പം ആ സ്വപ്നം കണ്ടത് അങ്ങനെയാണ്, ശരിയായി. അപ്പോൾ സൈദുള്ളാഹു ഇസ്ലാം സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ മകൻ്റെ വിഷയത്തിൽ ഒരു മാറ്റം മാതാവിന് തോന്നി. അങ്ങനെ മനസ്സിലായി സ്വന്തം പാരമ്പര്യ മതം വിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ അത് ഉൾക്കൊള്ളാൻ മാതാവ് ഒരിക്കലും തയ്യാറായില്ല. അങ്ങനെ എന്ത് ചെയ്തു? നിരന്തരം നിർബന്ധിപ്പിക്കും അതിൽ നിന്ന് പിന്മാറാൻ. പക്ഷെ അവർ പിന്മാറില്ലായിരുന്നു. പിന്മാറില്ല, നമുക്ക് ഉറപ്പില്ല. അങ്ങനെ എന്ത് ചെയ്തു? ലാസ്റ്റ് മാതാവ് എന്തായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഞാൻ പട്ടിണി ഒന്നും മരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇസ്ലാം ഉപേക്ഷിക്കണം എന്ന് മാതാവ് വാശി പിടിച്ചു. അങ്ങനെ ദിവസങ്ങളോളം മാതാവ് എന്ത് ചെയ്യില്ല, അങ്ങനെ വാശി പിടിച്ചു എന്നോ. അങ്ങനെ എന്ത് ശരീരമൊക്കെ ക്ഷീണിച്ച് അങ്ങനെ സദറാവിനാകെ പ്രതിസന്ധിയിലായി. കാരണം ഉമ്മൻ്റെ ഈ അവസ്ഥ ഉമ്മനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമ്മയുടെ ഈ അവസ്ഥ ഇങ്ങനെയും ഇവിടെയാണ് ഇസ്ലാമും. അങ്ങനെ എത്രയായിട്ടും ഉമ്മ എന്തായിട്ടും ഒരു ലേശം ഒരു മുറുക്ക് വെള്ളമെങ്കിലും കുടിപ്പിക്കാൻ നോക്കിയിട്ടും അത് വിജയിച്ചില്ല. അവസാനം പിന്നെ സദറാനമ്മയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് റസൂലുള്ളാഹിയോടും അള്ളാഹോടും ഭയങ്കര ഇഷ്ടമുണ്ട്. അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാതെ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ 1000 വട്ടം മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആരോട്? ഉമ്മയോട്. അതിൻ്റെ ശേഷം എന്ത് പിന്നെ അത് കാര്യമില്ലെന്ന് ആർക്ക് മനസ്സിലായി? ഉമ്മക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു? ഉമ്മ വീണ്ടും ഭക്ഷണത്തിലേക്ക് പോയി. ആ ഒരു അവസ്ഥ തിരിച്ചു വന്നപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങി. വവസ്സൈനൽ ഇൻസാന ബിവാലിദിഹി ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ എന്ന് പറയുന്ന സൂറത്തുൽ ലുക്മാനിലെ 14-15 ആയത്ത് അപ്പോഴാണ് ഇറങ്ങിയത്. സൈദുള്ളാഹിന്റെ വിശദീകരിച്ചാണ്. അപ്പോൾ ഉമ്മയും ബാപ്പയും ദീൻ ഒഴിവാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഞങ്ങളത് അനുസരിക്കാൻ പാടില്ല എന്നാണ് ആ ആയത്ത് അവസാനം എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്. തിന്മക്ക് നമ്മൾ വഴിപ്പെടാൻ പാടില്ല എന്നല്ല. മാതാപിതാക്കളാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, തിന്മക്ക് എന്ത് ചെയ്യാൻ വഴിപ്പെടാൻ പാടില്ല എന്നുള്ളത്. മഹാനോട് മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാനം പ്രായമായി കുറച്ച് ആയുസ്സുള്ള ആളായിരുന്നു. നബിതങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് വേണ്ടി ദ്വാരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ദ്വാരുന്നിട്ടുണ്ട്. റസൂല ദ്വാരുന്നത് സായദ് ദ്വാരുന്നാൽ നീ ഉത്തരം കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് ദ്വാരുന്ന സാബിയാണ് ആര്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പോൾ പിന്നെ സമയം വൈകും.
ഏതായാലും മരിക്കാൻ നേരത്ത് അത്യാവശ്യം ആയുസ്സുള്ള സഹാബിയായിരുന്നു. മരിക്കാൻ നേരത്ത് അവർ ചെയ്തൊരു വസീയത്തുണ്ട്, അത് ഭയങ്കര പ്രസംഗം. എന്തായിരുന്നു? മരിക്കാൻ നേരത്ത് അവർ ചെയ്ത ഒരു വസീയത്തുണ്ട്. അതെന്താണ്? അവർ പറയണ്ടായി, കുടുംബത്തിൽ വിളിച്ചു പറഞ്ഞു, എന്ത്, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ കഫൻ ചെയ്യേണ്ടത് ഞാൻ ബദറിൽ പങ്കെടുത്ത എൻ്റെ വസ്ത്രത്തിലാണ് എന്ന് പറയുന്നത്. ഞാൻ ബദറിൽ പോരാടിയ ആ വസ്ത്രത്തിനാണോ ആവണം എന്നെ നിങ്ങൾ കഫൻ ചെയ്യേണ്ടത്. എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ബദറിൽ പങ്കെടുത്ത വസ്ത്രമായിട്ടാണ് ഞാൻ പോവേണ്ടത് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വസീത്. അപ്പോൾ അവർ തന്നെ ബദറിന് അത്ര എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബദറിൽ പങ്കെടുത്ത ആ വസ്ത്രത്തിലാണ് സദറുല്ലാഹിനെ കഫൻ ചെയ്തത്. അല്ലാഹു നിറഞ്ഞേറ്റി കൊടുക്കട്ടെ. ആ സദറുല്ലാഹിന് രോഗിയായ സമയത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ നിയ്യത്തിൻ്റെ ഈ അധ്യായത്തിൽ പറയുന്ന ഹദീസ്. അദ്ദേഹത്തിന് ഒരിക്കലും വലിയ രോഗം പിടിപെട്ടു. ആ സമയത്തുണ്ടായിരുന്ന ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നോക്കാം. അതിന് അബീ ഇസ്ഹാഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരാണ്, വിളിപ്പേരാണ്. സഅദ് ബിൻ അബീ വക്കാസ്. സഅദ് ബിൻ അബീ വക്കാസാണ് അവരുടെ ശരിക്കുള്ള പേര്. മാലിക് ബിൻ ഉഹൈബ് ബിൻ അബ്ദു മനാഫ് ബിൻ സുഹറത്ത് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ്. അങ്ങനെയാണ് പരമ്പര പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അറബികൾക്ക് എപ്പോഴും വാപ്പാനി വലിപ്പാനും പേരൊക്കെ എന്ത് ചെയ്യും? അവർക്കറിയും. നമുക്കാണ് ഉമ്മാനിയും വാപ്പാനിയും അതിൻ്റെ അപ്പുറത്തുള്ള പല പേര് നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്കിതുമില്ല. ചിലപ്പോൾ അറിയണമെന്നില്ല, അറിയണവർ കുറവായിരിക്കും കേട്ടോ. ഇതുങ്ങൾ അയച്ചു 1400 കൊല്ലം മുമ്പ് ചരിത്രകാരന്മാർക്കിടയിൽ വരെ വാപ്പാനിയുടെ പേരുണ്ട്. പിന്നെ മുറത്ത് ബിൻ കഅബിൻ്റെ അവിടുന്ന് പിന്നെ വേറെ പ്രശ്നമില്ല. കാരണം മുറത്ത് ബിൻ കഅബിൻ്റെ അവിടുന്ന് പിന്നെ ആദം നബി വരെയുള്ള പരമ്പര അവിടെ ഉണ്ട്, ഖുറൈശികളെത്തുണ്ട്. കാരണം ആ പരമ്പരയിൽ ആരുള്ളത്? റസൂലുള്ളാഹ്. കഅബ് എന്ന് പറഞ്ഞ ആളാരാ? കഅബ് എന്ന് പറഞ്ഞ ആള് വലിയ പണ്ഡിതനായിരുന്നു. ഈ കഅബിൻ്റെ പരമ്പരയിലേക്കാണ് റസൂലുള്ളാഹിന്റെ പരമ്പരക്ക് എത്തുന്നത്. അപ്പം നബിതങ്ങള് ശരിക്ക് സഅദുല്ലാഹുവിനു നബിതങ്ങളുടെ ഉമ്മയുടെ സഹോദരന്മാരുടെ പരമ്പരയിൽ പെടുന്ന. അപ്പൊ റസൂലുള്ളാഹി സഅദുല്ലാഹിനെ കാണുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിരുന്നാ. എങ്ങനെ പറഞ്ഞിരുന്നറിയോ? 2-3 തലമുറ മുകളിലുള്ള ഉമ്മയുടെ ആങ്ങളുടെ കുടുംബത്തിൽ പെട്ടായിട്ട് വരും. റസൂലുള്ളാഹിന്റെ ഉമ്മയുടെ പരമ്പരയും സഅദുല്ലാഹിന്റെ പരമ്പരയും അങ്ങോട്ട് എത്തും. ഒരു വിഷയമില്ല, വാപ്പന്റെ പരമ്പരയും എത്തുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സഅദുല്ലാഹിനെ കാണുമ്പോൾ പറയും, സഅദിന്റെ അമ്മാവനാണ് എന്ന്. ആര് പറഞ്ഞിരുന്നു? റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, ഇതെൻ്റെ അമ്മാവനാണെന്ന് പറയും. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ളാഹി പറയണേ എൻ്റെ അമ്മാവനാണെന്ന്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബിതങ്ങൾ അങ്ങനെ പറയും സഅദുല്ലാഹിനെ കണ്ടാൽ. ഈ കഅബ് എന്ന് പറഞ്ഞ ആള് ഖുറൈശി പരമ്പരയിൽ നല്ല അറിയപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിൻ്റെ വെള്ളിയാഴ്ച ദിവസം ജനങ്ങളെ വിളിച്ച് പ്രഭാഷണം നടത്തുന്ന ശൈലി ആർക്കുണ്ടായിരുന്നു? കഅബിനുണ്ടായിരുന്നു എന്നാ. വെള്ളിയാഴ്ച ദിവസം നാട്ടുകാർ, അതാ നേതാവായിരുന്നു. വെള്ളിയാഴ്ച പ്രത്യേകം, അന്ന് ജുമയൊന്നുമില്ലല്ലോ, എത്ര കാലം മുമ്പല്ലേ. വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യും? നാട്ടുകാരെ വിളിച്ചിട്ട് ഉത്ബോധനം നടത്തിയിരുന്നു. ആര്? കഅബ്. അതിലെപ്പോഴും പറഞ്ഞിരുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. പൂർവ്വഗ്രന്ഥങ്ങൾ എന്നൊക്കെ പഠിച്ച് നമ്മുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്, നമ്മുടെ കുടുംബത്തിലായിരിക്കും എന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ആ പ്രഭാഷണത്തിൽ ഉന്നയിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊക്കെ ആ പ്രവാചകൻ വന്നാൽ സഹായിക്കണമെന്ന വസിയത്ത് ചെയ്തിരുന്നു. ഇത് എല്ലാ വെള്ളിയാഴ്ചയും കഅബ് ഇങ്ങനെ പ്രഭാഷണം നടത്തിയിരുന്നു എന്നാണ്. പിന്നെ ഇവരെ പരമ്പരയിലൊക്കെ കാണാം കിലാബ്. നോക്കൂ, കിലാബ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് ചില പരമ്പരയിൽ, അറബികളെ പരമ്പരയിലുള്ള, നിങ്ങൾ ചില തമാശ പറയട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. അറബികളെ പരമ്പരയിൽ നോക്കുമ്പോൾ വാപ്പാര പേരിൽ ചിലപ്പോൾ എന്തുണ്ടാവും? കിലാബ് എന്നുണ്ടാവും, ചിലപ്പോൾ ദീബ് എന്നൊക്കെ ഉണ്ടാവും. കൽബിന്റെ ബഹുവചനാണ് ഏത്? കിലാബ്. കൽബ് പറഞ്ഞ എന്താ? നായ അല്ലെ? നായ. കിലാബ് പറഞ്ഞ നായികൾ എന്നർത്ഥം.
അല്ലെങ്കിൽ ദേബ് പറഞ്ഞാൽ എന്താ? ദേബ് ഇങ്ങോട്ട് നോക്കൂ, ദേബ് പറഞ്ഞാൽ എന്താ? ചെന്നായ എന്നാണ്. ഈ അറബികളുടെ വാപ്പാരുടെ പേരിലൊക്കെ ചിലവർത്തൊക്കെ എന്തുണ്ടായിട്ടുണ്ട്? കൽബും ദേബൊക്കെ നന്നായി ഉണ്ടാവലുണ്ട്. അപ്പോൾ ഒരു അറാബിയോട് ചോദിച്ച് ഒരിക്കൽ, നിങ്ങളെന്താ നിങ്ങളെ വാപ്പാർക്കൊക്കെ ഇങ്ങനെ പിന്നെ നായിൻ്റെയും ചെന്നായിൻ്റെ ഒക്കെ പേരിടുന്നത് എന്ന് ചോദിക്കണ്ടേ? കാരണം എന്താണ്? കൽബ്, നിങ്ങൾ പരമ്പരയിലൊക്കെ അധികം ഒരു കൽബെങ്കിലും എന്ത് ചെയ്യും ഉണ്ടാവും, അല്ലെങ്കിൽ ദേബ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാപ്പാർക്ക് തന്നെ അവരുടെ വാപ്പാരുടെ മക്കൾക്കിട്ട പേര്? അതുകൊണ്ടല്ല പിന്നെ ഒരു വാപ്പാരായി വരുന്നത്. നിങ്ങളെ പരമ്പരയിൽ കൽബും ദേബൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. അതേപോലെ ഇവരിങ്ങനെ എന്ത് ചെയ്യാ? ഇവരെന്താ ചെയ്യല്? അടിമകൾക്കിടുന്ന പേര് വേറെ. അടിമകൾക്കിടൽ എന്താണ്? റബാഹ്, മർസൂഖൊക്കെയാണ്. അത് നല്ല അർത്ഥമാണ്. ബിലാലിബിന് റബാഹ് അല്ലേ? ബിലാൽ ശരിക്കും പേരെന്താ? ബിലാലിബിന് റബാഹാണ്. റബാഹ് പറഞ്ഞാൽ റുബഹ് എന്നാണ്, വിജയം എന്നാണ്, പ്രോഫിറ്റാണ്, ലാഭം എന്നുള്ള അർത്ഥം. ബിസിനസ്സിലെ പരാജയമാണ്, അല്ല വിജയമാണ്. പരാജയമല്ല, വിജയം. അതിന് റുബഹ് എന്നാ പറയാം. അല്ല മർസൂഖ് എന്ന അർത്ഥം എന്താ? എല്ലാവിധ ഉപജീവന മാർഗം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവെന്നർത്ഥം. അപ്പൊ അടിമകൾക്ക് നല്ല പേരോടും മക്കൾക്ക് നായിൻ്റെയും ചെന്നായിൻ്റെയും പേര്, ഇങ്ങനെ അവർ ഇട്ടിരുന്നത്. അപ്പോൾ ഒരു അറാബിയോട് അറാബികൾക്ക് നല്ല ഭാഷാ പാണ്ഡിത്യം ഉണ്ടാവും. അപ്പോൾ ഒരു കാട്ടുജാതിക്കാരനായ ഒരു അറാബിയോട് ഒരിക്കൽ ഒരു ഭാഷാ പണ്ഡിതൻ ചോദിച്ചു എന്നാ, എന്തുകൊണ്ടാണ് നിങ്ങൾ മക്കൾക്ക് നായിൻ്റെയും പിന്നെ ചെന്നായിൻ്റെയൊക്കെ പേരിടുകയും അടിമകൾക്ക് നല്ല നല്ല പേരിടുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഭയങ്കര പ്രസംഗം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണോ? മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെയുള്ളൊരു ആയുധം, ശത്രുക്കളുടെ നെഞ്ഞിലേക്ക് തറക്കുന്ന ആയുധം. അതുകൊണ്ട് എന്താണ്? അതൊരു വേട്ടനായ്ക്കളെപ്പോലെയാണ്. അപ്പം അതിൻ്റെ ഒരു തഫാവുലാണെന്ത്? മക്കൾക്ക് നായി ചെന്നായ എന്നൊക്കെ പറഞ്ഞാൽ പവർഫുള്ളായ പേരിട്ടിരിക്കുന്നതാണ്. അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഞങ്ങളെ ബെനിഫിറ്റാണ്. കാരണം അടിമകൾ കൊണ്ട് ഞങ്ങൾക്ക് എന്താണ്? ഉപജീവനം നടക്കുക, പണിയെടുപ്പിക്കണം, വരുമാനം കൂടുതലാണ്. അതുകൊണ്ടാണ് അടിമകൾക്ക് ലാഭം, ബർക്കത്ത് എന്നുള്ള പേരുകൾക്ക് ആർക്കിടാൻ കാരണം? അടിമകൾക്കിടാൻ കാരണം എന്ന് ഒരു അറാബി ഒരു ഭാഷാ പണ്ഡിതനോട് ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞ് കാണാൻ കഴിയും. അപ്പോൾ സൈദുള്ളാഹിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, നിബിതങ്ങളുടെ പിന്നെ മുഷാവറ മെമ്പറിൽപ്പെട്ട ആളാണ് സൈദുള്ളാഹു. ഇനി നോക്കാം, മദീനയിൽ നിന്ന് പിന്നെ 10-11 കിലോമീറ്റർ അപ്പുറത്താണ് സൈദുള്ളാഹിൻ്റെ വീടുണ്ടായിരുന്നത്. അങ്ങനെ മുഹാജിറീങ്ങളിൽ അവസാനം മരിച്ച സഹാബിയാണ് ആര്? സൈദുള്ളാഹു. അങ്ങനെ എന്ത് ചെയ്തു? സൈദുള്ളാഹു മരണപ്പെട്ടപ്പോൾ സഹാബികളെല്ലാവരും കൂടി അവരുടെ ജനാസ ചുമലിലേറ്റിയിട്ട് മദീനയിലേക്ക് കൊടുത്തിട്ട് മദീനയിൽ എന്ത് ചെയ്തു? അവരെ മറാടി. 11 കിലോമീറ്ററൊക്കെ ജനാസ ഏറ്റാന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മളെ കാലത്തല്ലേ 11 കിലോമീറ്ററൊക്കെ കുറച്ച് മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാം അല്ലേ. പണ്ടൊക്കെ ഇവിടെ നിന്നൊക്കെ കുറേ ദൂരക്കാണ് ജനാസ ഏറ്റിയിരുന്നത്. അപ്പോൾ ഒരു 10-12 കിലോമീറ്റർ ജനാസ വീട്ടിൽ നിന്ന് ഏറ്റിയിട്ട് മദീനയിൽ കൊണ്ട് എന്ത് ചെയ്തു? അവരെ മറപ്പാടുണ്ടായി. ഈ വിഷയത്തിലേക്ക് പോവാം. അപ്പോൾ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അഹദിൽ അശ്റത്തിൽ മഷ്ഹൂദി ലഹും ബിൽ ജന്ന റളിയല്ലാഹു അൻഹു, അതായത് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പ്രമുഖരായ സഹാബികളിൽപ്പെട്ട ആളാണ് മഹാനവർകൾ. നമ്മൾ പറഞ്ഞ് സ്വർഗം കൊണ്ട് ഡയറക്റ്റ് സന്തോഷം പറഞ്ഞാണ്, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നേരിട്ട് പറഞ്ഞവരാണ്. അതേസമയത്ത് സൂചനയുടെയും മറ്റുള്ളവർക്ക് ഒരുപാട് സഹാബികൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വിഷയം തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട്, അപ്പം പറയാൻ സമയമുണ്ട്. ഇനി നോക്കാം. കാല മഹാനവർകൾ പറയാണ്, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അടുക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. യഊദു, എന്നെ രോഗസന്ദർശനത്തിന് വേണ്ടി. അപ്പോൾ മഹാനവർകൾ ഒരു സീരിയസ് ആയ രോഗം പിടിപെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു. ആ സമയത്ത് നബിതങ്ങൾ എന്ത് ചെയ്തു? സയ്യിദ് റളിയല്ലാഹുവിനെ
രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയി. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല? അപ്പോഴാണ് ഈ സംഭവം ഉള്ളത്, അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ, ഇതിൽ റസൂലുള്ളാഹിന്റെ ഒരു വിനയോ ഒരു മാതൃക ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നബിതങ്ങൾ ആരാണ്? വലിയ മഹാനാണ്, വലിയ ഉയർന്ന ആളാണ്. എന്നിട്ടും സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സാധാരണക്കാരൻ സഹാബിയാണ്. എന്നിട്ടും എന്ത് ചെയ്യണ്, വലിയ ആള് താഴെയുള്ള ആളെ എന്ത് ചെയ്യണ്, രോഗസന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം അതെന്താണ്, റസൂലുള്ളാഹിന്റെ ഒരു വിനയാണ്. അല്ലാതെ ഞാൻ മഹാനല്ലേ ഇങ്ങോട്ട് കൊടുന്നോട്ടെ എന്ന് എന്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അപ്പം വലിയവരുടെ ഒരു വിനയാണ്. സാധാരണക്കാരായ ആളുകളുണ്ടെങ്കിലും എന്ത് ചെയ്യുക, അവരെ സന്ദർശിക്കുക. നബിതങ്ങളുടെ ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു അടിമക്കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ, മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിനെ എന്ത് ചെയ്തില്ല, വിവരം അറിയിക്കാത്തോടെ റസൂലുള്ളാഹി പരിഭവപ്പെട്ടു എന്നാ. എന്തുകൊണ്ട് എന്നോട് പറയാൻ, രാത്രി അതോടെ റസൂലുള്ളാഹിനെ എന്ത് ചെയ്തില്ല, അറിയിച്ചില്ല. നബിതങ്ങൾ ചോദിക്കണ്ട, എന്തുകൊണ്ട് എന്നെ അറിയിക്കാൻ ഞാൻ ചോദിച്ച് കാണാൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്തു, യഊദുനി എന്നെ സന്ദർശിക്കാൻ വേണ്ടി നബിതങ്ങൾ വന്നു രോഗിയായ സമയത്ത്. ആമ ഹജ്ജത്തുൽ വിദാഇ, ഹജ്ജത്തുൽ വിദാഇന്റെ ആ വർഷത്തിന്, അതായത് സഅദ് റളിയല്ലാഹു ഓൾറെഡി മദീനയിലേക്ക് ഹിജ്റ വന്ന ആളാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ എന്ത് ചെയ്തു, ഹജ്ജിന് വേണ്ടി എന്ത് ചെയ്തു, മക്കയിലേക്ക് തിരിച്ചു വീണ്ടും വന്നു. ആ സമയത്താണ് അവർക്ക് ഇത് വന്നത്, രോഗം വന്നത്. ഹജ്ജത്തുൽ വിദാ എന്ന് പറയാൻ കാരണം എന്താ, ഹജ്ജത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ എന്താ, നബിതങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജാണ്. ആ ഹജ്ജാണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറയാൻ കാരണം. ആ ഹജ്ജിന് ഒരുപാട് പേരുണ്ട്. ഹജ്ജത്തുൽ വിദാ ഉണ്ട്, ഹജ്ജത്തുൽ ബലാഗ് ഉണ്ട്. ഹജ്ജത്തുൽ ബലാഗ് എന്ന് പറഞ്ഞാൽ എന്താ, നബിതങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പ്രബോധനം എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഹജ്ജത്തുൽ ബലാഗ് എന്ന് പറയുന്നുണ്ട്. ഹജ്ജത്തുൽ ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. കാരണം നബിതങ്ങൾ അവിടെ ഹജ്ജ് ചെയ്ത സമയത്ത് അവിടെ ഒരു മുശ്രിക്കുകളും അവിടെ ഇല്ല, മക്കയിൽ ആ സമയത്ത് ഇല്ല, ഫുൾ മുസ്ലിമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ അതിന് പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിക്കാൻ വന്നു. ആമ ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇന്റെ വർഷം. മിൻ വജഇൻ ഇഷ്തദ്ദ ബി, എനിക്കുണ്ടായിരുന്ന ശക്തമായ വേദന കാരണം. അതായത് സഅദ് ഭയങ്കര ശാരീരിക വേദന അസുഖം കൊണ്ട് വന്നു. ആ സമയത്ത് സഅദ് റളിയല്ലാഹു വിചാരിച്ചു, എന്ത്, ഈ അസുഖത്തിൽ ഞാൻ എന്ത് ചെയ്യും, മിക്കവാറും മരണപ്പെടും എന്ന് അദ്ദേഹത്തിന് തോന്നി. അത്രയും സീരിയസ് ആയിട്ട് രോഗം മൂർജിച്ച സമയത്ത് റസൂലിനെ കാണാൻ പോണേ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഫഖുൽതു, ഞാൻ റസൂലുള്ളാഹിയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നി ഖദ് ബലഗ ബി മിനൽ വജ്ഇ മാ തറ, നബിയെ എനിക്ക് വല്ലാത്ത വേദന വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു എനിക്ക് നല്ല വേദന പ്രയാസം ഉണ്ടെന്ന്. ആ ഒരവസ്ഥ എനിക്കിപ്പോൾ നല്ല ഉണ്ട് എന്ന് റസൂലുള്ളാഹിയോട് ആര് പറഞ്ഞു, സഅദ് റളിയല്ലാഹു പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, നബിയോട് പറയാം, നബിയെ എനിക്ക് നല്ല വേദന ഉണ്ട്, നിങ്ങൾക്ക് കാണാം, ഞാൻ വേദന കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന നിങ്ങൾ കാണില്ലേ, അതെന്താണ്, അതിനനുസരിച്ചുള്ള വേദന എനിക്ക് ഉണ്ട് എന്ന് ആര് പറഞ്ഞു, സഅദ് റളിയല്ലാഹു പറഞ്ഞു. അപ്പം എന്താ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി. അപ്പം ഈ ഇതിലൊക്കെ ഒരു ഗുണപാഠമുണ്ട്. അപ്പം സഅദ് റളിയല്ലാഹുവിൻ്റെ ആ പ്രയോഗത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു രോഗിക്ക് അയാളുടെ രോഗം വരുന്ന ആളോട് ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നില്ല, പ്രതിഫലത്തെ അത് കുറക്കൂല എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ഡോക്ടർ വരികയാണ്, ഒരു ഡോക്ടറെ നമ്മളെ കാണിക്കാൻ വരുന്ന ചികിത്സയ്ക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ ഡോക്ടറോട് എന്താണ് വേദന ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മളെന്ത് പറയണം, ഞാൻ ഭയങ്കര ക്ഷമൻ്റെ ആളാണ്, സബൂറാണ്, അതുകൊണ്ടില്ല, എൻ്റെ ക്ഷമക്ക് എതിരാവും. അതുകൊണ്ട് ഡോക്ടറോട് ഞാൻ എന്ത് പറയില്ല, വേദന പറയില്ല എന്ന് പറഞ്ഞെന്തോ ചികിത്സ നോക്കലാണ് കൂടും. അപ്പം അവിടെ നമുക്ക് അനുമതിയാണ്, അവിടെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ചില സ്വാധീനങ്ങളായ ആളുകൾ വരാണ്, അവരെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്, വേദന ഉണ്ട്, നമ്മൾ ദുആ ചെയ്യണം എന്ന് അവരോട് പറയാം. അപ്പോഴല്ലേ അവർ തോൽക്കുള്ളൂ. അല്ല ഒരു പ്രശ്നവും ഞങ്ങൾ ഇന്ന കാര്യത്തിൽ ഇടപെടാൻ വേണ്ട ഇരുന്ന സംഗതി നടക്കുമോ, ഇല്ല.
അപ്പം അങ്ങനെ സ്വാലിഹികളോട് ദ്വാരക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല, പ്രതിഫലം എന്തെയില്ല, കുറയില്ല. അല്ലെങ്കിൽ ഒരാൾ വസിയത്ത് ചെയ്യണം, എനിക്ക് എന്തുണ്ട്, അസുഖം കൂടിയിട്ടുണ്ട്, നല്ല പ്രയാസമാണ്, നല്ല വേദന ഉണ്ട്, മിക്കവാറും ഞാൻ മരിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എന്നോട് വസിയത്ത് ചെയ്യണം. അപ്പോൾ വിഷയങ്ങൾ പറയേണ്ടി വരും, സാഹചര്യം പറയേണ്ടി വരും. അതൊന്നും എന്തല്ല, നമുക്കൊരു അസുഖം ഉണ്ടായിട്ട് നമ്മൾ അസുഖത്തിൻ്റെ ക്ഷമിക്കുന്നതിൻ്റെ കൂലി കളയുന്നതിൽ പെട്ട ഒന്നല്ല. അല്ലെങ്കിൽ ഫത്വ ചോദിക്കാൻ വേണ്ടി ഒരു ആളോട് എനിക്കിങ്ങനെയൊക്കെ വേദനകളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വേദനകൾ പറയാം. നല്ല വേദന ഉണ്ട്, അപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല, അപ്പോൾ വേദന പറയണം. അതിന് നല്ല വേദന, നല്ല ബുദ്ധിമുട്ടുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല, അപ്പോൾ ആ ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവരോട് പറയാം. അതൊന്നും എന്തല്ല, രോഗത്തിൽ ക്ഷമിക്കുന്നതിൻ്റെ പ്രതിഫലം കുറയുന്നതിന് കാരണമല്ല. അത് പറഞ്ഞു നബി തങ്ങളുടെ സാഹബികളുടെ ഓരോ പ്രവർത്തനം അതിനുള്ള മാതൃകയാണ്. അതിൻ്റെ ഒരു മാതൃകയാണ് സഹദാൻ എന്താ പറഞ്ഞത്, നബിയെ നിങ്ങൾ കാണുന്നത് പോലെ എനിക്കെന്തിന് നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ആരോട്? റസൂലുള്ളാഹിനോട്. പിന്നെ പ്രതിഫലം കുറയൽ എങ്ങനെയാണ്? എപ്പോഴാണ് ഈ രോഗത്തിൽ നമുക്ക് ക്ഷമ കുറവ് കൊണ്ട് പ്രതിഫലം കുറയില്ല? എപ്പോഴാ പറയും? ഇത് ഒരു അസുഖത്തെ പഴിക്കുമ്പോൾ, അസുഖത്തെ എന്ത് ചെയ്യുക, കണ്ട് പഴിക്കുക, ദേഷ്യം വരിക, പണ്ടാറടക്കാനുള്ള ഈ അസുഖം വന്ന് ഞാൻ ഇപ്രാവശ്യം അച്ഛന് പോകാൻ വിചാരിച്ച് പണ്ടാറടക്കം, അപ്പോഴാണ് സ്ട്രോക്ക് വന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് ഹാർട്ടിന് വന്നത്, എൻ്റെ മോളെ കല്യാണം തീരുമാനിച്ചു, അപ്പോഴാണ് ഈ പണ്ടാറ ഈ അസുഖം വന്നത്. ഇങ്ങനെ എന്ത് ചെയ്യുക, ആ അസുഖത്തിന് പഴിക്കുക, അപ്പം എന്നിട്ടില്ല, കൂലിയിട്ടില്ല. നേരെ വെച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് അസുഖത്തെ വിശദീകരിക്കണമെന്നില്ല, അതൊന്നും ക്ഷമക്ക് എതിരല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അസുഖത്തെ പഴിക്കുമ്പോഴാണ് അത് കുറ്റകരമാവുക, അല്ലാതെ സാഹചര്യത്തിൽ നിന്നില്ല, കുറ്റമില്ല. ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഓരോ സാഹചര്യങ്ങളെ ഓരോ മൂവ്മെന്റ്സും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം പഠിക്കാണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് വല്ലാത്ത വേദന, നിങ്ങൾക്ക് കാണാം എന്റെ വേദന. എന്നിട്ട് പറയണു വഅന ദൂ മാലിൻ, തീർത്തിട്ടോ, വഅന ദൂ മാലിൻ, ഞാനാണെങ്കിലോ നല്ല പൈസക്കാരനാണെന്ന് പറഞ്ഞു. അറബികൾ ദൂ മാലി എന്ന് പറഞ്ഞാൽ പൈസന്റെ ആള് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂ മാലി എന്ന് അറബിയിൽ പ്രയോഗിച്ചാൽ എന്താണ്? അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവണം, എന്നാലും ദൂമാലാവണം. പൈസന്റെ ആള് എന്ന് പറയണെങ്കിൽ എന്താണോ, തട്ടിമുട്ടിങ്ങനെ കൊടീശ്വരല്ലേ, പൂത്ത പൈസ എന്നൊക്കെ പറയുമ്പോഴേ അത്യാവശ്യം നല്ല പൈസ ഉള്ളതൊക്കെ അറബികളിൽ ദൂമാലെന്ന് പറയുള്ളൂ. അപ്പോൾ ദൂ എന്ന അറബിയിൽ പ്രയോഗിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ അതിൻ്റെ ഏജന്റാ, ഒരു പൈസന്റെ ആളാണ് എന്ന് പറയണം, മനസ്സിലായില്ലേ? അപ്പൊ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. ആർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹദുള്ളവൻ. അപ്പൊ ദീനിൽ പണം ഉണ്ടാകണമെന്നൊന്നുമില്ല, അതൊന്നും ദീനെന്തില്ല തടസ്സം. ഹലാലായ രൂപത്തിൽ അള്ളാഹു തആല നമുക്ക് എത്ര തന്നാലും എന്തില്ല, അതിലൊന്നും ബന്ധില്ല. അതൊന്നും അള്ളാഹുമായിട്ടുള്ള അയാളുടെ ബന്ധത്തിനൊന്നില്ല, അതിലൊന്നും എന്തില്ല, തടസ്സമുണ്ടാവില്ല. ഇവനെങ്ങനെ അള്ളാഹുവിന്റെ വലിയാകാം, ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ സുലൈമാൻ നബി ആരാവില്ല, മഹാനാവില്ല. അപ്പൊ ആവശ്യത്തിന് ഒരു മനുഷ്യന് ഹലാലായ പണം അള്ളാഹു തആല എത്ര കൊടുത്താലും അത് മുഅ്മിനായ മനുഷ്യന്റെ കയ്യിലുള്ള പണം നല്ല പണം എന്ന റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ദീനിന് ഉപകാരം കിട്ടും. അപ്പൊ നോക്കാം, വഅന ദൂ മാലിൻ, ഞാൻ ആരാണ്, ഞാൻ ധാരാളം സമ്പത്തുള്ളവനാണ്. പിന്നെ പറയണേ വലാ യരിസുനി ഇല്ല ബിനത്തുല്ലി, എനിക്കാണെങ്കിലോ അനന്തരെടുക്കാൻ എൻ്റെ ഒരു മകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പണം എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. പണം നല്ലോണ്ട്, കണ്ടമാനം പണമുണ്ട്. പണമെങ്കിലോ ഒരു മോളേ ഉള്ളൂ, ആ മോൾക്ക് കൊടുത്താലും തീരില്ല, അത്രയും പണം ഉണ്ടെന്ന് മനസ്സിലാണ്. കാരണം എന്താ, എനിക്കാകെ അനന്തരമായിട്ട് എടുക്കാൻ ആരേ ഉള്ളൂ, ഒരു മകളേ ഉള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കണം, ഈ ലോകത്ത് സഹദുല്ലാഹിന് മരിച്ചിട്ടില്ല കേട്ടോ. ഇത് മക്കം ഫത്തഹിന്റെ ആ രാജ്യത്തിന് വിധാന സമയത്താണ്. അന്ന് അദ്ദേഹം ഈ അസുഖം കൊണ്ട് മരിച്ചിട്ടില്ല. പിന്നീട് അസുഖമൊക്കെ മാറി മദീനയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളും കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ വിഷയം പിന്നെ എന്ത് ചെയ്ത്
ഇവിടെ പ്രസക്തി ഇല്ല. പക്ഷെ ഇങ്ങനെ ഈ അസുഖത്തിൽ നീ മരിക്കൂലെന്ന് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നബിതങ്ങളുടെ മോചിതത്തെ അതിൻ്റെ ബാക്കി പറയാം. പക്ഷെ ഇവിടെ വിഷയം അതല്ല. അദ്ദേഹത്തിൻ്റെ ആ ചില ചോദ്യങ്ങളും റസൂലുള്ളാഹിന്റെ മറുപടികളാണ് നമ്മുടെ നിയ്യത്തിൻ്റെ ഏറ്റവും വലിയ അധ്യായം. അതിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സമയം ഒരുപാടായി. നമ്മൾ തൽക്കാലം നിർത്തുന്നു. അള്ളാഹു തആല പറഞ്ഞു കേട്ടെ എല്ലാം സ്വലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല നാഫിയാക്കട്ടെ.